നമസ്കാരം പ്രേക്ഷകരെ, ഞാൻ സുധീർ KS പുരം. KS പുരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാടിൻ്റെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ബട്ടൺ അമർത്തിയും ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പുന്തര സൈനബാമ്മ 105-ാമത്തെ വയസ്സിൽ ഉംറ കഴിഞ്ഞതിന് ശേഷം മടങ്ങിയെത്തി ഉമ്മയെ സന്ദർശിക്കാൻ വന്നതിന് വേണ്ടി സന്തോഷപൂർവ്വം ഉമ്മ തന്നതാണ് ഈ കാരക്കയും അതുപോലെ തന്നെ സംസം വെള്ളവും. ഉമ്മ കഴിച്ചോ? ഇപ്പം ഉംറയ്ക്ക് പോയതിന് ശേഷം വന്ന സമ്മാനമാണിത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. ഇത് പുന്തല സൈനബ ഉമ്മ, കരുനാഗപ്പള്ളി ഓച്ചറ വലിയകുളങ്ങരയ്ക്ക് പടിഞ്ഞാറ് വശമുള്ള പുന്തല വീട്ടിൽ സൈനബ ഉമ്മ. ഈ ഉമ്മയ്ക്ക് ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു ഉമ്മയാണ്. ഈ ഉമ്മയുടെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ റമദാൻ മാസത്തിൽ KS പുരം എന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോഴും സെർച്ച് ചെയ്യാമെങ്കിൽ അത് ലഭിക്കും. ഉമ്മയുടെ സവിശേഷതകൾ, അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത ഒരു ഉമ്മയാണ്. ഉമ്മയ്ക്ക് 104 വയസ്സുണ്ട്. ഉമ്മയുടെ കഴിഞ്ഞ് 105-ാമത്തെ വയസ്സായി. ഉമ്മയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഉമ്മയ്ക്ക് ഇപ്പോഴും ചെവി കേൾക്കാൻ പറ്റും, ഉമ്മയ്ക്ക് കണ്ണ് കാണാൻ പറ്റും, മറ്റൊരാളുടെ സഹായം കൂടാതെ എല്ലാ ദിനചര്യകളും ചെയ്യാൻ പറ്റും, വിശുദ്ധ ഖുർആൻ വായിക്കും, വീട്ടിൽ അത്യാവശ്യ സഹായങ്ങൾ ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രസക്തമായൊരു കാര്യം, ആ വീഡിയോയിൽ ഉമ്മയോട് ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, ഇനി എന്താണ് ഉമ്മയുടെ ആഗ്രഹം എന്ന ചോദ്യത്തിന് ഉമ്മ പറഞ്ഞ മറുപടി, പരിശുദ്ധമായ കൗബാലയത്തിൽ പോകണം, എനിക്ക് ഉംറ ചെയ്യണമെന്ന ഉമ്മയുടെ ഏറ്റവും വലിയ ജീവിത ആഗ്രഹമായിരുന്നു പ്രകടിപ്പിച്ചത്. അത് സാധ്യമാക്കുന്നതിന് വേണ്ടി ഉമ്മയുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം പരിശ്രമവും നടത്തി. ഉമ്മയോട് തന്നെ ചോദിക്കാം. ഉമ്മയുടെ ആഗ്രഹം നിറവേറ്റിയല്ലോ? എല്ലാം നിറവേറ്റി, എല്ലാം കണ്ട്. 3 ഇടവേള കാണാൻ പോകാൻ വയ്യാതായി. എല്ലാ സ്ഥലവും കണ്ട്, എല്ലാ സ്ഥലവും പോയി. നബിക്ക് ആഹാരം കൊണ്ടുപോയ മല വരെ തുടക്കം അവിടെ നിന്നായിരുന്നു. അവിടുന്ന് തുടങ്ങി ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയെ അറക്കുന്ന കടം കാണിച്ച്, പിന്നെ ആശാ ബീവിയുടെ എല്ലാം ഏതാണ്ടൊക്കെ ഞാനെല്ലാം മറന്നുപോയി. ഒരുപാടൊക്കെ കണ്ട്. 3 ഇടയുള്ളൂ കാണാന്. ആരാ സഹായിയായിട്ടുണ്ടായിരുന്നേ? എന്റെ കൊച്ചുമോള്. എല്ലായിടും ഉമ്മ നടന്നാ പോയത്. എല്ലാം വണ്ടിയെ തെളിക്കും. കുറച്ചാള് തെള്ളി, കുറച്ച് പോകേണ്ടിടത്തെല്ലാം നടന്നു ഒക്കെ പോയി. എങ്കിലും നമ്മുടെ യാത്രയെല്ലാം സുഖകരമായിരുന്നു. എല്ലാം കണ്ടും പിന്നെ ഉള്ളത് എരിപ്പിടിച്ച് തെള്ളിക്കൊണ്ട് നമ്മളെ ഇരിപ്പിരിക്കുകയല്ലേ, നെഞ്ചിനകത്ത് വേദനയും ചെമയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആരെ ഒരുപാട് വലിയ ആളുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. വെള്ളണക്കിയ പോലെ നമുക്ക് അങ്ങനെ നടന്ന് പോകാനൊക്കത്തില്ല. അതുപോലത്തെ ജനവും ഭയങ്കര തിരക്കുമായിരുന്നു. ഇവിടുന്ന് ഫ്ലൈറ്റിൽ എവിടുന്നാ പോയത്? തിരുവനന്തപുരത്ത്. എത്ര ദിവസം നിന്നും അവിടെ എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? മക്കയിൽ 10 ദിവസം. പിന്നെ മദീനയിൽ 3 ദിവസം. ഹജ്ജ് ഉമ്മയുടെ കൂടെ വന്ന ആരൊക്കെയാ?
കൂടെ വന്നത് ഞങ്ങള് ഗ്രൂപ്പായിട്ട് ഞങ്ങള് 37 പേര്. ആ പിന്നെ എന്നെ സഹായിക്കാൻ വന്ന എന്റെ കൊച്ചുമോള്. കൊച്ചുമോള് ഉം. അവിടെ വല്ലൊരു പോയ കൂട്ടത്തിൽ ആരോ ഒരാൾ മരണപ്പെട്ടെന്ന് ആ പറഞ്ഞു. കുഞ്ഞിക്കോട്ടുള്ള ഒരാൾ മരണപ്പെട്ടു. മരണപ്പെട്ടു. ഉം. അപ്പൊ കൂടെ വന്നവരുടെയൊക്കെ നല്ല സഹായമായിരുന്നു. എല്ലാവർക്കും വലിയ കാര്യം. എല്ലാവർക്കും എല്ലാവർക്കും. ആണോ? നമ്മുടെ നാട്ടുകാരൊക്കെ ഉമ്മയെ കാണാൻ വന്നോ? അവിടെ കാണാൻ വന്നോ? ആണോ? നമ്മുടെ മക്കളെയൊക്കെ കൂട്ടുകാരൊക്കെ ആ നമ്മുടെ ആളുകൾ 3-4 കൂട്ടുകാരൊക്കെ എല്ലാവരും വന്നു. എല്ലാരും വന്നത് എന്തായാലും ഉമ്മായിക്ക് സന്തോഷമായി. എല്ലാവർക്കും ഏതൊരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആഗ്രഹ കൗമാലയത്തിൽ നിന്ന് പോവുക എന്നുള്ളത്. ഉമ്മായിക്ക് അത് ഇത്രയും കാലം നിറവേറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും അത് വയ്യാത്തൊരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. ഇപ്പൊ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഇല്ലയോ? എത്ര ദിവസം വന്നിട്ട്? ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നലെ വെച്ച് സമയം ഇവിടെ വന്നപ്പോ വന്ന്. അതിന് മുമ്പേ വരായിരുന്നു. ഈ തിരുവനന്തപുരത്തോട്ട് ഞങ്ങളെ കൊണ്ടുവരാനുള്ള പ്ലേറ്റ് കേടായി പോയി. അങ്ങനെ ഞങ്ങൾ 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് 10 മണിക്കാണ്. കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? കാലാവസ്ഥ 2 ദിവസം മഴയുണ്ടായിരുന്നു. മദീനയിൽ 2 ദിവസം മഴയുണ്ടായിരുന്നു. ഇവിടെ യാത്ര അയക്കാൻ എല്ലാ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും യാത്ര വെച്ചാലും ഉണ്ടായിരുന്നു. വന്നപ്പോഴും ഞങ്ങൾ മരുമ്പം ഇവിടെ എല്ലാം നാളെ. ശരി. എല്ലാവരും ആളായിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. ഉമ്മായിക്കും സന്തോഷമായി. എന്തായാലും കൗമാലയത്തിൽ പോയി മുത്തം ചെയ്ത കയ്യായത്. ഞങ്ങളുടെ എല്ലാ ഈ അന്നത്തെ വീഡിയോയിലൂടെ എത്രയോ ആളുകളാണ് ഉമ്മായിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഒരുപാട് പേര് ദുആ ചെയ്ത് ഉമ്മാടെ ആഗ്രഹം സഫലമാക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ അന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളിൽ മുഴുവൻ ഉമ്മാടെ ആഗ്രഹം സഫലമാക്കണേ എന്ന് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന, കുടുംബത്തിന്റെ പ്രാർത്ഥന, ഉമ്മയുടെ ഒക്കെ പ്രാർത്ഥന സഫലമാക്കിയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം മാതൃകയായിട്ട് നമുക്കൊപ്പം ഇനിയും പോകണം, ഒന്നുകൂടെ പോകണമെന്ന്. നമുക്ക് വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ചിലവെല്ലാം ആരാ വെച്ചത്? മക്കളെ. അപ്പം ഉമ്മയുടെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. അതിനകത്ത് കാണാൻ എല്ലാവരും കുടുംബം എല്ലാ മക്കളും തിരിച്ചു വന്നപ്പോഴും എല്ലാം ഹായറായിട്ട് എല്ലാവരും വന്ന് കണ്ടിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് സന്തോഷം. പിന്നെ കാര്യം നീരുണ്ട്, അവിടെ പോയിട്ടെല്ലാം ഇഷ്ടപ്പെട്ട